ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 291. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതരോപനിഷത്താണ് നോക്കുന്നത്. അതിലെ അധ്യായ 1-ൽ 6-7 മന്ത്രങ്ങളാണ് നമ്മളിതിൽ നോക്കുന്നത്. ഇതെല്ലാം ബ്രഹ്മത്തെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചമേഖലയിൽ നിന്നുണ്ടായ ഏതോ ഒരു സംഗതി എന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അത് ആർക്കും മനസ്സിലായിട്ടില്ല, ഋഷികൾക്കും മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളെ കണ്ണുകൾ കൊണ്ട് മൂക്കുകൾ കൊണ്ടൊന്നും മണത്തുകൊണ്ട് ചുറ്റുമൊന്നും നോക്കാൻ പറ്റുന്ന സാധനമല്ല അത്. അതിന് ഒരു ഗുണവുമില്ല. ഈശ്വരന് ഒരു ഗുണവുമില്ല, ഒരു വിചാരങ്ങളുമില്ല, ഒരു ചിന്തയുമില്ല, ഒരു കാര്യത്തിലും തലയിടാതെ അങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആദ്യം അത് ഉൾക്കൊള്ളുക. അതിന് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് ബ്രഹ്മം. അപ്പം ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മമാണ് ഈശ്വരൻ എന്ന ചെറിയൊരു വ്യത്യാസം വേണ്ടിയിട്ട് പറയാം. ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതിന് ഒരു കാര്യത്തിലും താല്പര്യമില്ല. പിന്നെ അതെന്തിനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ അതൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടു. അപ്പം അത് സിസ്റ്റം ഉണ്ടാക്കണം എന്ന് തോന്നുന്ന അവസരത്തിൽ അതിനൊരു ചെറിയ ആഗ്രഹമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടതെങ്കിൽ പരമേശ്വരൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയാം. കാരണം ബ്രഹ്മത്തിന് സ്വഭാവമില്ലാതെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നിപ്പോയാൽ അതിനെ പിന്നെ ബ്രഹ്മം ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഒന്നിലും തലയിടാതെ ഒരു കക്ഷിയാണെന്ന് വെച്ചോളൂ, അപ്പം പറയാം അവൻ നിഷ്പക്ഷനാണ്, ഒന്നിലും തലയിടില്ല. പക്ഷേ എൻ്റെ വായിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് പറയും? അവൻ നിഷ്പക്ഷമൊന്നുമല്ല കേട്ടോ, അവൻ വേറെയാണ്. അപ്പം നിഷ്പക്ഷം എന്ന് പറയണമെങ്കിൽ ഒന്നിലും തലയിടാത്തതായിരിക്കണം. അതാണ് ബ്രഹ്മം. പക്ഷേ ബ്രഹ്മം ഒരു പ്രപഞ്ചമായിട്ട് മാറിയിട്ടുണ്ട്. അത് മുഴുവനൊന്നും മാറിയിട്ടില്ല. അതിൽ നിന്ന് ഒരു ചെറിയ അംശം അതിന് തോന്നി ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടാണ്. ആ അവസരത്തിൽ വരുമ്പോഴാണ് അതിനെ ശ്രീഹരി, പരമേശ്വരൻ എന്നെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയും. പരമാത്മാവ് അതതിൻ്റെ പ്ലാനാണ്. എങ്ങനെയെന്നാൽ ഇപ്പം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഭരണഘടന ഉണ്ടാക്കി. പിന്നെ അതിൽ തലയിടുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് കൊടുക്കുകയാണ്, ഒരാൾക്ക് നമുക്കൊരു വീട് ഉണ്ടാക്കി തരാം, ഒരു പ്ലാൻ അനുസരിച്ച്. അയാളത് ഉണ്ടാക്കിയത് പൈസയും വാങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കതിൽ താല്പര്യമില്ല, പിന്നെ അയാളതിൽ തലയിടില്ല. തലയിടാനും അവകാശമില്ല, തലയിട്ടിട്ട് കാര്യമില്ല, വിട്ട് കഴിഞ്ഞു. അതേ അവസരത്തിൽ തന്നെ ബ്രഹ്മത്തെ നമ്മൾ കാണണം, അല്ലെങ്കിൽ ആ ഈശ്വരനെയും കാണണം. ആ ഈശ്വരൻ അതിനൊരു താല്പര്യം വരുന്ന ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം. അപ്പോൾ അതൊരു പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്നതാണ് ഒരു പ്ലാൻ. ആ പ്ലാനിനാണ് സങ്കല്പത്തിൽ നിന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. ആ പ്ലാനിനെ സമയവുമായിട്ട് ബന്ധിപ്പിച്ച്, അതാണ് നമ്മൾ ഗ്രഹങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെടുന്നത്. ആ സമയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അതിങ്ങനെ പോകണമെന്ന് വെച്ച് വിട്ടിട്ടുണ്ട്. അതോടുകൂടി ആ ഈശ്വരൻ്റെ ജോലി കഴിഞ്ഞു. പിന്നെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. അതിൽ പിന്നെ ഈശ്വരന് ഒരു പങ്കുമില്ല. ഇവിടെ കിടന്നിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം അതിലൊന്നും തലയിടാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല. ഉണ്ടാക്കിയിട്ടു ഒരു സിസ്റ്റം. അത് ഉണ്ടാക്കുന്ന സമയത്തിനാണ് അതിനെ ഈശ്വരൻ എന്ന് പറയുന്നത്, പരമേശ്വരൻ എന്ന്. അതൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. പിന്നെ ആ പ്ലാൻ അനുസരിച്ച് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് അതിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനനുസരിച്ച് അങ്ങ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഒരു ലോകമാണ് അതുണ്ടാക്കുന്നത്. അതിങ്ങനെ ഉണ്ടാക്കും, പൊളിക്കും, ഉണ്ടാക്കും, പൊളിക്കും, ഉണ്ടാക്കും, പൊളിക്കും. ഉണ്ടാക്കുന്നത് 4 ഘട്ടങ്ങളിലാണ്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗമാകുമ്പോൾ നല്ലൊരു ലോകം ഉണ്ടാകും, പിന്നെ പൊളിക്കും, പിന്നെ ആദ്യം ഉണ്ടാക്കും, പൊളിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വീട് കെട്ടാനും കാര്യങ്ങളെല്ലാം പുരോഗതി ഉണ്ടാക്കിക്കൽ മനുഷ്യരും വേണമല്ലോ.
മനുഷ്യരെയും ജീവജാലങ്ങളെയെല്ലാം ഓരോ കർമ്മത്തിനായി സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടിത് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അവരെ കൊണ്ട് അവരോട് അത് മനസ്സിലാക്കിക്കുന്നില്ല. ഞാനാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ ഞാനെന്ന ഒരു ചിന്തയുണ്ടാക്കിയിട്ട് അവനെ കൊണ്ട് ഓരോ ആഗ്രഹങ്ങൾ ഇടിയിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അവനതറിയുന്നില്ല. അതുകൊണ്ടാണ് മായാലോകം എന്ന് പറയുന്നത്. അവനതറിയുന്നില്ല. ഞാനാണ് ഇപ്പം ഞാനത് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഒന്നുമല്ല. ആ ശക്തി തന്നെ ഞാനായിട്ട് വന്നതും അതാണ്, എന്നിലിരുന്നിട്ട് ചെയ്യുന്നതും അതാണ്. ആ സത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ മായയിലകപ്പെട്ടിട്ട് ചെയ്യുകയാണ്. പക്ഷെ അതിൻ്റേതായ ദുഃഖവും കഷ്ടപ്പാടും എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാവും. എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് കഷ്ടപ്പാടേ കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട്? എന്തെങ്കിലും സത്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടാവും. പിന്നെ യൂട്യൂബ് മതിയാക്കിയിട്ട് വേറെ ഒന്നിൻ്റെ പിന്നാലെ പോകും. ഇപ്പോൾ എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയാണ്. ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അന്നേരം ഒരു ചെറിയ സംതൃപ്തി കിട്ടുമായിരിക്കും. പിന്നെ അടുത്ത നിമിഷം വേറൊരു ആഗ്രഹമാണ് ഉണ്ടാവുക. അപ്പം പിന്നെ ഇതൊന്നും ആയിരിക്കില്ല, ഇത് വിട്ട് വേറെ ഒന്നിൻ്റെ പിന്നാലെ പോകും. ഒരിക്കലും സമാധാനം കിട്ടില്ല. ആ സമാധാനം കിട്ടണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? പിന്നോട്ടേക്ക് പോയിട്ട് ഇതെല്ലാം എന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? ആളാണ് ജയിപ്പിക്കുന്നത്, പിന്നെ ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം. വേറെ ഒന്നും തന്നെയില്ല. അത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 6 പറയുകയാണ്, അഖിലത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ജീവന നിർവഹണത്തിൻ്റെ ഹേതു. ഇവിടെ എന്തെല്ലാം ജീവന നിർവഹണം, എല്ലാ ജീവജാലങ്ങളും ഓരോ കർമ്മത്തിന് പിന്നാലെ ഓടി നടക്കുകയാണ്. അതിൻ്റെ ഹേതു ആരാണ്? ആ ശക്തിയാണ്. ആ ശക്തിക്ക് എന്താണ് ഉദ്ദേശം? ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അവസാനം അല്ലേ ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, ഇപ്പോഴുള്ള മുതലാളിത്ത കമ്മ്യൂണിസ്റ്റ് സെറ്റപ്പ്, അതിൻ്റെ ശേഷം വസുദൈവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ ജ്ഞാനവും തികഞ്ഞ ഒരു ലോകം. അത് 3 യുദ്ധങ്ങളിലൂടെയാണ് നടക്കുന്നത്. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, 3-ാം ലോകമഹായുദ്ധം. അതായത് പരശുരാമൻ്റെ കാലഘട്ടത്തിലെ യുദ്ധം, രാമൻ്റെ കാലഘട്ടത്തിലെ കൊളോണിയലിസത്തിനെതിരായ യുദ്ധം, ഇപ്പോഴിനി നടക്കാൻ പോകുന്ന ചൂതുകളിക്കെതിരായ യുദ്ധം. ഇങ്ങനെ 3-ലൂടെയാണ് ആ ലോകത്തിലേക്ക് എത്തുക. അതിനുശേഷം ഇടിച്ചു പൊളിച്ച് അതേ ഇങ്ങനെ പോകും. അതിൽ നമ്മളെ കൊണ്ട് അത് തന്നെയാണ് നമ്മളായിട്ട് വന്നിട്ട് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. അത് ഋഷികൾ പറഞ്ഞു, അതെന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. അതെന്തിനു വേണ്ടിയോ ഇത് അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ തൃപ്തിപ്പെടുത്താനൊന്നും നമുക്ക് പറ്റില്ല. നമ്മളത് ചെയ്യുന്നതനുസരിച്ച് പോയിക്കൊള്ളുക. അതാണ് ഇവിടെ പറഞ്ഞത്. ജീവന നിർവഹണത്തിൻ്റെ ഹേതുവും അവയുടെ ആശ്രയവും. നമ്മളെല്ലാം അതിനെ ആശ്രയിച്ചിട്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ അറിയാതെ തന്നെ അതിനെ ആശ്രയിച്ചു കൊണ്ടാണ് പോകുന്നത്. ഞാൻ എങ്ങോട്ടേക്ക് എങ്ങനെ എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ പോകുന്നത്. ആ ജഗത് രൂപമായ ബ്രഹ്മചക്രത്തിൽ, അതാണ് ഒരു ബ്രഹ്മചക്രമായിട്ട് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഈ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്ന അനുസരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് ഇവിടെ നമ്മളും ചക്രത്തിലൂടെ കറങ്ങുകയാണ്. എന്താണ് നമ്മളെ ഒരു ചക്രം? കുട്ടി ജനിക്കുന്നു, വളരുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, വയസ്സാകുന്നു, മരിക്കുന്നു. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. പിന്നെ ആദ്യം ഇങ്ങനെ ജനിച്ച് മരിച്ച് ഇങ്ങനെ പോകുന്നു. അതൊരു ചക്രം. കാലവും ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, മുതലാളിത്ത കമ്മ്യൂണിസം, പിന്നെ ഒരു വസുദേവ കുടുംബം. 4 യുഗങ്ങൾ: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അവസാനം ഇടിച്ചു പൊളിച്ച് ആദ്യം ഒന്നേന്ന് ഇങ്ങനെ കറങ്ങും. അതാണ് ബ്രഹ്മചക്രം. ആ ചക്രത്തിൽ
പരമാത്മാവിൻ്റെ തന്നെ, ആ ബ്രഹ്മത്തിൻ്റെ തന്നെ, പരമാത്മാവ് എന്നാണ് പ്ലാൻ, ആ പ്ലാൻ അനുസരിച്ച് വിരാട രൂപമായ സംസാര ചക്രം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഒരു വിരാട രൂപത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകത്തെയാണ് ബ്രഹ്മചക്രം എന്ന് പറയുന്നത്. വളരെ അനന്തമായ ബ്രഹ്മത്തിൻ്റെ രൂപവും ഭാവവും അതിൽ നിന്നൊരു വലിയ ചക്രമുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത ചക്രമുണ്ടല്ലോ, സംസാര ചക്രം, അതാണ് വിരാട രൂപമായിട്ട് ഈ കാണുന്നതല്ല. സംസാര ചക്രത്തിൽ ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ നമ്മുടെ ജീവാത്മാവ് അതിന് നിശ്ചയിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച്, നമ്മൾ എന്തിനാണ് ജനിച്ചത്? എന്തോ കർമ്മം ചെയ്യാനാണ്. എന്തല്ലോ ഇതുവരെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതെല്ലാം ലോക പുരോഗതിക്ക് ഗുണമായിട്ടുണ്ടാവും. എല്ലാം നമ്മളെ സൃഷ്ടിക്കുന്ന എന്തല്ലോ നമ്മളിൽ നിന്ന് ഗുണങ്ങൾ ലോകത്തിന് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ വേദം ഇങ്ങനെ അർത്ഥം പറയിപ്പിക്കലായിരിക്കും ഒരു ജോലി. അതിനെന്തല്ലോ നമ്മൾ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുണ്ട്, അതത് സാധിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ അതിലങ്ങ് വീണ് പോവുക. തൻ്റെ കർമ്മങ്ങൾ, ജീവാത്മാവ് തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പരമാത്മാവിനാൽ കറക്കപ്പെടുന്നു. പരമാത്മാവാണ് ഈ ചക്രത്തിലിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ കറക്കിക്കുന്നത്. പരമാത്മാവാണ് ഈ ജീവിതമാകുന്ന ചക്രത്തിലിട്ട് നമ്മളെ ഇങ്ങനെ കറക്കിക്കുന്നത്. കറക്കമാണ്. കറക്കം എന്തുകൊണ്ടാണ്? ഗോളങ്ങളുടെ കറക്കം അനുസരിച്ചാണ് നമ്മളും കറങ്ങുന്നത്. ഭൂമി സൂര്യനെ ഒരിക്കൽ ചുറ്റുമ്പോൾ നമുക്കൊരു വയസ്സ്, ഒരു പ്രത്യേക ഡിഗ്രി വരെ ചുറ്റുമ്പോൾ നമ്മൾ ജനിച്ചതാണെങ്കിൽ നമ്മൾ തിരിയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുക ചെയ്യുക. പിന്നെ ആ കുട്ടി കമഴ്ന്ന് കിടന്ന് കേട്ടാ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അതിനൊരു സമയമുണ്ട്. അല്ലാതെ നല്ലോണം തിന്നാൻ കൊടുത്തോണ്ടൊന്നും അത് കവരാൻ പോകുന്നില്ല. ആ സൂര്യൻ ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ഒരു പ്രത്യേക ഡിഗ്രി എത്തുന്നതനുസരിച്ച് കുട്ടിയും കറങ്ങും. പിന്നെ ഒരു ഡിഗ്രി എത്തുമ്പോൾ കുട്ടി മുട്ട് കുത്തിയിട്ട് പിടിച്ചെഴുന്നേൽക്കാൻ തുടങ്ങും. പിന്നെ ഒരു കറക്കം എത്തുമ്പോൾ എണീച്ച് നിൽക്കും. അങ്ങനെ ഒരു വർഷം എത്തുമ്പോൾ ഒരു വയസ്സാവും. പിന്നെ ഒരു 4-5 വയസ്സാകുമ്പോഴേക്ക് സ്കൂളിൽ പോകേണ്ട സ്റ്റേജായി. അല്ലാതെ കുറേ ഭക്ഷണം കൊടുത്താൽ തട്ടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ് കൊണ്ടുപോയി ചേർക്കാനൊന്നും പറ്റില്ല. അതിനെല്ലാം ഒരു ജനിതക ചക്രമുണ്ട്. അത് നമ്മളെ ജീനിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് വളരുന്നത്. അതിനെ തന്നെ ഗ്രഹങ്ങൾ നമ്മളെ നാഡികളിലൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രഹങ്ങൾ ചലിക്കുന്നതനുസരിച്ച് നമ്മളെ വയസ്സ് കൂടുന്നത്. കുറച്ച് സൂക്ഷ്മമായ ചെറിയ നിസ്സാര പരിപാടിയൊന്നുമില്ല. ഇതെല്ലാം ഭയങ്കര പ്ലാനാണ്. നമ്മളിതൊന്നും മനസ്സിലാക്കിയില്ല. നമ്മളിവിടെ ആറ്റങ്ങളും പിടിച്ച് അതിൻ്റെ അകത്തുണ്ട് എന്തെല്ലോ നോക്കിയിട്ട് ആപ്പിൾ വീണാണ്ടോ ഭൂമി ആകർഷിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ കണ്ട് നടക്കുകയാണ് നമ്മൾ. ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എല്ലാം വേദങ്ങൾ പറഞ്ഞില്ല. ആർക്കിതെല്ലാം കേൾക്കണം? ഇതെല്ലാം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവനെ കേൾക്കാനല്ല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അവനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? നീ പോയി അത് ചെയ്യ്, ഇത് ചെയ്യ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാകുന്നുണ്ട്? പുരോഗതി ഉണ്ടാവില്ല. ഇപ്പം കള്ളക്കടത്ത് കൊണ്ടായിട്ട് ഇവിടെ വന്നിട്ടും വലിയ വ്യവസായങ്ങളെല്ലാം തുടങ്ങും. കള്ളക്കടത്തിലൂടെയായിരിക്കും വരുന്നത്. തെറ്റാണ്. പക്ഷേ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? പുരോഗതി നടക്കുന്നുണ്ട്. മോഷ്ടിച്ചിട്ട് പിടിച്ചിട്ടാണെങ്കിലും ലോകത്തിൽ പുരോഗതി നടക്കുന്നുണ്ട്. അതിന് സംശയമൊന്നുമില്ല. അത് ഏത് രാജ്യമായാലും കട്ട് മോഷ്ടിച്ചുകൊണ്ടായാലും പണം ഉണ്ടായാലും എവിടെയും ചെലവാക്കണ്ടേ? അത് പുരോഗതിയിലേക്കാണ്. അങ്ങനെയുള്ള ആ ജീവാത്മാവ്, അപ്പോൾ അതാണ് പരമാത്മാവിനാൽ കറക്കപ്പെടുന്നു. ആ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ആ പ്ലാൻ, ഒരു പ്രധാന പ്ലാനുണ്ട്. ലോകത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ചെറിയ പ്ലാനുണ്ട്. അതാണ് നമ്മുടെ ജീവാത്മാവ് എന്ന പ്ലാൻ. ആ ജീവാത്മാവ്, അതായത് നമ്മുടെ ഞാൻ എന്ന ചിന്തയുണ്ടാക്കുന്ന നമ്മളെ പ്ലാൻ, അതാണ് ജീവാത്മാവ്. ഈ സത്യം മനസ്സിലാക്കി, അതായത് പിന്നിലുള്ള ആ കക്ഷിയാണ് ഇതത്രയും തിരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കൃപാപാത്രമായി തീരുന്നത് വരെ അദ്ദേഹത്തിന് ഈ സംസാര ചക്രത്തിൽ മോചനം നേടുവാൻ പറ്റില്ല. അതിൻ്റെ കൃപയുണ്ടായാൽ, അതിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൃപ. അപ്പം നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്.
ഇതെല്ലാം എന്നെ കൊണ്ട് ആശാൻ ചെയ്യിപ്പിക്കുന്നതാണെന്ന് ആദ്യം നമ്മളതുണ്ടാകണം. അപ്പം ഞാനെന്ന അഹങ്കാരം ഇല്ലാതാക്കണം. ഞാൻ എന്നത് വിട്ടിട്ട് ഞാനൊന്നുമല്ല, എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്നു. ഇപ്പം പോലീസുകാരെയല്ല ആരെങ്കിലും അടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് നീ എന്തിനാ അവനെ അടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെ മോളിൽ വിളിച്ച് എന്നോട് അടിക്കാൻ പറഞ്ഞ് ഞാൻ അടിച്ചു, അത്രയേ ഉള്ളൂ. അതുപോലെ ആ അവസ്ഥയിലേക്ക് എത്തും നമ്മൾ. അപ്പം ഞാനെന്ന അഹങ്കാരം തീർന്നിട്ട് അതിനെ മനസ്സിലാക്കുമ്പോൾ, അത് എപ്പോഴേ മനസ്സിലാവുകയുള്ളൂ, അതിന് കൃപ തോന്നുമ്പോൾ, ആ മതി പാവം ഇനി ഇവനെ കൊണ്ട് കളിപ്പിക്കണ്ട എന്ന് വെച്ച്, അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മളെ കളി തീരുമ്പോൾ, നമ്മളെ ജോലി തീരുമ്പോൾ. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ ജോലിയാണ്. ആ ജോലി തീരുമ്പോൾ അതിന് കൃപ തോന്നും. ആ എത്രയോ വർഷമായിട്ട് ഇവൻ അവിടെ ഇവിടെയും പട്ടിയും പൂച്ചയും എല്ലാം ആയിട്ട് ജനിച്ച് ഇപ്പം മനുഷ്യനായി, ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് വേറെ ജോലിയൊന്നും ചെയ്യിപ്പിക്കാനില്ല, ഈ ജന്മത്തിലുള്ള ഇനി ലോകാവസാനം വരെയുള്ള കാലത്ത് ഇവന് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ഇവനെ വിട്ടേക്കാം. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, നമ്മളിൽ വിരക്തി വരും. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം ചിന്തിക്കും. ആ ബ്രഹ്മത്തെപ്പറ്റി മാത്രമേ നമ്മളെ ചിന്ത അപ്പോഴുണ്ടാവുള്ളൂ. നമ്മൾ ആ വഴിക്കന്ന് പോകും അദ്ദേഹത്തിന് കൃപ തോന്നുമ്പോൾ. അല്ലാതെ ഇന്ന് ആത്മീയ പ്രഭാഷണത്തിൽ പറയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാകുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഈ പറയുന്ന പ്രഭാഷകനിൻ്റെ പിന്നാലെ ഒന്നും പോലെ, പ്രഭാഷകൻ്റെ പിന്നാലെ പോയിരുന്നൊക്കെ പിന്നെ ഈ പ്രഭാഷണത്തിന് വരുമോ? ഉടുത്തൊരുങ്ങിയിട്ട് എല്ലാം എല്ലാം കളഞ്ഞിട്ട് പോകാനല്ലേ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരത്തിന്. ഈ പറയുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാവരും ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സത്സംഗം എന്നെല്ലാം പറഞ്ഞ് ഇരുത്തുന്നവർ ആദ്യം അവർ മനസ്സിലാക്കിയാൽ അവരിട്ട് എറിഞ്ഞു പോകുക. അപ്പം അവർക്കങ്ങ് പോകുമൊന്നും വേണ്ട, എല്ലാവരോടും ഇങ്ങനെ വാരടിക്കുക. ആത്മീയത എന്താണ്? ഈ ആത്മീയത ഒരു ചുക്കുമില്ല. അവനവൻ്റെ ജോലി ചെയ്യുക. നമ്മൾ സൃഷ്ടിച്ചതിന് ഓരോ കാരണമുണ്ട്, അത് മര്യാദയ്ക്ക് ചെയ്ത് തീർക്കുക. അതിൽ കൂടുതലൊന്നുമില്ല, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ നിർഗുണമായ ബ്രഹ്മത്തിന് ചെവിയും കേൾക്കില്ല, ഒന്നുമില്ല. അതിന് ഒരു വിചാരവും ഇല്ല. അതിനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. അതെന്തോ ഒരു പ്രതിഭാസം ശാസ്ത്രജ്ഞന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർക്കൊട്ടും മനസ്സിലായിട്ടില്ല, ഋഷികൾക്കും മനസ്സിലായിട്ടില്ല. അതെന്തിനായി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇതെന്തിനായി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. പക്ഷെ നമുക്ക് മോചനമില്ല, നമ്മളിത് അഭിനയിച്ചേ പറ്റൂ. ഈ ജീവാത്മാവ് തൻ്റേതടക്കം എല്ലാത്തിൻ്റെയും പ്രേരകൻ എന്ന നിലയിൽ മനസ്സിലാക്കി. അപ്പം അവൻ എന്താണ് മനസ്സിലാക്കണം? തൻ്റെ മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും പ്രേരിപ്പിച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ ഓടിക്കുന്നത് അതാണെന്ന് മനസ്സിലാക്കി താൻ അദ്ദേഹത്തിൻ്റെ കറക്കലിനോടൊപ്പം സംസാര ചക്രത്തിൽ കറങ്ങുകയാണെന്നും അദ്ദേഹം കാലമാകുന്ന ചക്രത്തിലൂടെ കറക്കുന്നതനുസരിച്ച് നമ്മളും കറങ്ങിക്കൊണ്ടുപോവുകയാണ്. കാലം കറങ്ങുന്നതനുസരിച്ച് നമ്മളും കറങ്ങുകയാണ്. രാവിലെ സൂര്യനാടെ വരുമ്പോൾ നമ്മൾ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മുടിയെല്ലാം ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരേ കാര്യമാണ്. ആ മുടിയെല്ലാം എടുത്ത് ആ കട്ടിൽ നിന്ന് തന്നെ മുടിയെല്ലാം ഇങ്ങനെ എടുത്ത് വലച്ചു കെട്ടി അടുക്കളയിൽ പോയി പിന്നെ ആദ്യം മുഖമെല്ലാം കഴുകി, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നിട്ട് പിന്നെ പാത്രം എടുത്ത് ചായക്ക് വെച്ച് ചായ കുടിച്ച് എല്ലായിടത്തും ഇതെല്ലാം തന്നെ. ഒരു സൂര്യനാട് വരുമ്പോഴേക്ക് കാട്ടിക്കൂട്ടുന്നതാണ്. പക്ഷികളെല്ലാം രാവിലെ എണീച്ചൊരു പോക്കാണ്. കാലുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ എന്താണ് ചെയ്യുന്നത്? എന്നാൽ പിന്നെ രാവിലെ എണീച്ചതിൻ്റെ ശേഷം ഇന്ന് നമ്മൾ ചോറ് വെച്ച് കളയാം. ചോറും ചിക്കൻ ഫ്രൈയും രാവിലെ, ഉച്ചക്ക് ദോശ. ഇതൊന്നും നമുക്ക് പറ്റില്ല. നമ്മളൊരു ചക്രത്തിനനുസരിച്ച് എല്ലാ വീട്ടിലും നടക്കുന്ന ഒരേ കർമ്മമാണ്. സൂര്യനാട ആ വഴിക്ക് വരുമ്പോൾ ഒരു നട്ടുച്ചയാകുമ്പോൾ എല്ലാം ഒരു ആശയത്തിൽ അങ്ങനെ. ഒരു 3 മണിയാകുമ്പോൾ കിണറ്റും കരയിൽ, പണ്ടാണ് ഇപ്പം കിണറ്റും കരയെന്നില്ല, ഇന്ന് പൈപ്പിൻ്റെ കൂട്ട് പിടിക്കാൻ എല്ലായിടത്തും അകത്ത് പൈപ്പഴല്ലേ. കിണറ്റും കരയിൽ പോയിരുന്ന് എല്ലാവരും കൂടിയിരുന്ന് ഒരു ഏഷണി വറച്ചൽ, ഇതെല്ലാം ഒരു സമയമുണ്ട്. ഒരു 3 മണിയാകുമ്പോൾ പണ്ടാണ് 4 മണി, ഇന്ന് 2 മണിക്കെല്ലാം പിള്ളേർ വരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നാളെ അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരും. ഇതെല്ലാം എല്ലാ വീട്ടിലും എല്ലാ കാലത്തും നടക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇതെല്ലാം തന്നെയാണ് ഏത് ലോകത്തിലും.
ഏത് സ്ഥലത്ത് ഇപ്പം അമേരിക്കയിൽ പോയാലും ഇതെല്ലാം തന്നെയായിരിക്കും. പിന്നെ സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പം മൊബൈലും മറ്റേ ഇതെല്ലാം ഉള്ളതുകൊണ്ട് മൊബൈലായി പോയി. അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ, മൊബൈലിലൂടെ ഇങ്ങനെ അടിച്ചു വിടാമല്ലോ എന്തു. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി അടിസ്ഥാനപരമായിട്ട് എന്ത് തന്നെയായിരിക്കും, ഒരൊറ്റ കാര്യം തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാകും. മൊബൈലിലൂടെ ഒരു 3 മണിയാകുമ്പോൾ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാം കുറേ കിട്ടുമല്ലോ. ഇതെല്ലാം തന്നെ. അപ്പം അദ്ദേഹത്തിൻ്റെ കറക്കലത്തിനോട്ടം സംസാര ചക്രത്തിൽ കറങ്ങുകയാണെന്നും അദ്ദേഹത്തിൻ്റെ കൃപ ലഭിച്ചാൽ മാത്രമേ ഇതിൽ നിന്നും മോചനമുള്ളൂ എന്നും മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ മാത്രമേ മോചനം ലഭിക്കുകയുള്ളൂ. അല്ലാതെ അവിടെ ആത്മീയ പ്രഭാഷണത്തിൽ എല്ലാവരും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ് എവിടെ ബ്രഹ്മസാക്ഷാത്കാരം. ഇവിടെ വേറെ ജോലിക്കാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അന്നേരം വിളിച്ചിട്ടാണ് പറയുന്നത് അങ്ങോട്ട് പോകാൻ. ദൈവത്തിൻ്റെ നിശ്ചയത്തിനെതിരായിട്ടാണ് അവിടെ കിടന്നിട്ട് പറയുന്നത്. നിങ്ങളെ ജോലിയൊന്നും ചെയ്യണ്ട, ഭാര്യ മക്കളെ എല്ലാം പക്ഷേ അത് അറിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോവുക. ശരിക്കും പറയേണ്ടത് എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്. വന്ന് മുമ്പിൽ ഇരിക്കുന്നവരോടെല്ലാം പറയാം, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബന്ധുക്കളെയെല്ലാം വിളിച്ചിട്ട് ഞാനിപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം, ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, നമുക്ക് ഈ ബന്ധമെല്ലാം മതിയാക്കാം, നമ്മൾ ഉടുതുണിയെല്ലാം അടിച്ചിട്ട് ഞാനിതാ നിങ്ങളെല്ലാം ഓരോ ആളും പറയണം, നമ്മളിതാ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് അവിടെ കിടന്നിട്ട് പറയേണ്ടത്. അതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് വെറുതെ ഓരോ പേരും പറഞ്ഞിട്ട് ആത്മീയത എന്നും പറഞ്ഞുകൊണ്ട് വായിക്ക് തോന്നിയിട്ട് ഇപ്പം പിന്നെ രാഷ്ട്രീയക്കാർക്ക് ഇതുണ്ടെങ്കിലേ 10 വോട്ട് വീഴുള്ളൂ. ഇതെല്ലാം വെച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇതിനെ ഈ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം അതിൻ്റെ കൃപ ലഭിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അയാൾ ആ പരമേശ്വരൻ്റെ പ്രിയമായിത്തീരുന്നു. അപ്പോൾ അവൻ ആ ബ്രഹ്മത്തിൻ്റെ പ്രിയനായിത്തീരുന്നു. അതിലൂടെ അമരനാകുന്നു. പിന്നെ അവന് മരണമില്ല, ജനനവുമില്ല. പിന്നെ ജനന മരണ ചക്രത്തിൽ നിന്നും അകപ്പെടുകയില്ല. പിന്നെ ഈ സംസാര ചക്രത്തിൽ അവനില്ല. അവൻ വിട്ട് ഈ ലോകം വിട്ട് പോയി. അതോടെ സനാതന ദിവ്യ പരമധാമത്തെ പ്രാപിക്കുന്നു. സനാതന ദിവ്യ പരമധാമത്തെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പോലെ സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം വിട്ടിട്ട് അതിൽ പോയി ലയിക്കുക. ഏതില്? ബ്രഹ്മം. സ്ഥായിയായിട്ടുള്ളത് എന്തേ ഉള്ളൂ? ബ്രഹ്മം മാത്രം. ബാക്കിയെല്ലാം മായെ കടന്നിട്ട് അത് കളിപ്പിക്കുന്ന കളികളാണ്. ഇതിൽ നിന്നും വിട്ടുകൊണ്ട് സനാതനത്തിലേക്ക് പോകണം. ഇതെല്ലാം വിട്ട് ഈ ലോകം വിട്ടു പോകണം. ആ ലോകം വിട്ടുപോവാ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വേഷം കെട്ടിയിട്ട് ആൾക്കാരെ തമ്മിൽ തല്ലി 10 വോട്ട് ഉണ്ടാക്കാനെല്ലാം വേണ്ടി കളിക്കുകയല്ലാതെ കാണുന്നില്ലേ? ലോകത്തിലുള്ള അടി മുഴുവൻ എന്തിൻ്റെ പേരിലാണ്? ഇതിൻ്റെ എല്ലാം പേരിലാണ്. ആത്മീയതയുടെ പേര് തന്നെയാണ്. അടിക്കുന്നതിൽ ആരെല്ലാം അടിക്കുന്നത്? അതിൻ്റെ പിന്നിലെല്ലാം ഒരു ആത്മീയത കുത്തി നിറച്ചിട്ടുണ്ടാവും. പിന്നെന്ന് കളിപ്പിക്കുന്ന വേറെ ആൾക്കാരാണ്. ഇപ്പം അടിക്കുന്നത് ഇസ്രായേലും ഇറാനും ആണെങ്കിലും പിന്നെന്ന് കളിപ്പിക്കുന്ന വില്ലന്മാർ വേറെയാണ്. അവരെ ലക്ഷ്യം വേറെയാണ്. അപ്പോൾ പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയെല്ലാം ആത്മീയമായി മാറ്റിക്കൊണ്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ലോകം മുഴുവൻ പണ്ട് മുതലേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ലോകത്തിലുള്ള ഏറ്റുമുട്ടലുകൾക്കെല്ലാം ഒരു പരിധി വരെ അതിൻ്റെ പിന്നിലുള്ളത് ഇതെല്ലാം തന്നെയാണ്. പക്ഷെ ഇതൊന്നുമല്ല വേദം പറയുന്നത്. വേദം പറയുന്നത് ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറി ഇത്തരം വിഷയങ്ങളിൽ നിന്ന്, ഭൗതിക ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നേരെ ബ്രഹ്മത്തിലേക്ക് പോയി ലയിച്ചോളൂ. അതാണ് സനാതനമായ. സനാതനം എന്നാണ് എന്നെന്നും നിലനിൽക്കുന്നത് ഒരൊറ്റയൊന്നേ ഉള്ളൂ, ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ്? നിർഗുണം, ഒന്നിലും താല്പര്യമില്ലാതെ. ആ അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സും മാറ്റിയെടുക്കുക, ബ്രഹ്മസമാനമാക്കുക. ഒന്നിലും താല്പര്യമില്ലാതെ, ഈ ലോകത്തോട് തന്നെ താല്പര്യമില്ലാതെ ഒരു നിർഗുണനായിട്ട് മാറുക.
അതാണ് സനാതനധർമ്മം, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അതെല്ലാവർക്കും പറ്റില്ല. എപ്പോഴേ പറ്റുകയുള്ളൂ? നമ്മളെ കർമ്മം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ പറ്റുക, അവിടെ പോയി നിൽക്കാം. അതുവരെ ഓഫീസിലിരുന്നിട്ട് അവർ പറയുന്ന ജോലി ചെയ്തേ പറ്റൂ. പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകും, നിങ്ങൾ എവിടെയോ പോകും. അതുവരെ ഒരു രക്ഷയില്ല. ഓഫീസിൽ ലീവ് പോലും തരില്ല. ലീവൊന്നുമില്ല. ഇവിടെ കുറേ ജോലി കിടക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. അവനവനെ സൃഷ്ടിച്ച കുറേ ജോലിയുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുക്ക്. തീരുമ്പോൾ അത് തന്നെ വിളിച്ചിട്ട് പറയാം നിൻ്റെ ജോലിയെല്ലാം തീർന്ന് എനിക്ക് നീ പോടും എന്ന് പറയും. എവിടത്തേക്ക്? എന്നിലേക്ക് തന്നെ വന്നോളൂ. ഇതിലേക്ക്? ബ്രഹ്മത്തിലേക്ക്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യം മനസ്സിലാക്കാൻ. ഇനി 7, യാതൊരുത്തൻ്റെ മഹിമ വേദങ്ങളിൽ പറയപ്പെട്ടുവോ ആ ഒരു സനാതനമായ എന്നെന്നും നിലനിൽക്കുന്ന, സനാതനം എന്ന് പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ, എന്നെന്നും നിലനിൽക്കുന്ന ആ പരമാനന്ദം, ആ ബ്രഹ്മം. അതിനെപ്പറ്റിയാണ് വേദങ്ങളിൽ അവൻ്റെ മഹിമയാണ് പറഞ്ഞിരിക്കുന്നുവോ, യാതൊന്ന് സർവത്തിൻ്റെയും ആധാരമായിരിക്കുന്നുവോ അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആധാരം എന്താണ്? അത് തന്നെയാണ്. ആ ത്രിലോകങ്ങളും ആ 3 ലോകങ്ങളും അദ്ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് വേർപെട്ട് പോയിട്ടില്ല. ഇപ്പം ഇത് ബ്രഹ്മമാണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ, ഇവിടെ ഒരു കുരു ഉണ്ടായാൽ ഉണ്ടാകുന്നത് പോലെ ഒരു ചെറിയ ഭാഗം പ്രപഞ്ചമായി മാറി. അതിലാണ് നമ്മളെല്ലാം ഉള്ളത്. അത് പിന്നെ ഒരു ദിവസം നല്ല ലെവലാവും. ഈ കുരു അങ്ങ് പോകുമല്ലോ. ചിലപ്പോൾ ഒരു കുരു വരും, എന്നിട്ട് അങ്ങ് അമർന്നു പോകും. അതുപോലെ ഇതിൽ നിന്ന് കുറച്ച് ഒരു പ്രപഞ്ചമായി മാറി അതിൽ നമ്മളെല്ലാം ഉണ്ട്. എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു, എന്നിട്ട് ഇതിലേക്ക് തന്നെ വന്ന് ലയിക്കുന്നു. അപ്പോൾ അതിനെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന ആരാണ്? ഈ ശക്തി വിശേഷമാണ്. യാതൊന്ന് സർവത്തിൻ്റെയും ആധാരമായിരിക്കുന്നു. ആ ത്രിലോകവും അദ്ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം തന്നെ സകലത്തിൻ്റെയും പ്രേരകൻ. ഇതിൻ്റെ അകത്തുള്ള എല്ലാറ്റിനെയും പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ്. നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന, ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യിപ്പിക്കുന്നത് എല്ലാം അത് തന്നെയാണ്. അല്ലാതെ ഞാനല്ല. എന്നോട് ചോദിച്ചാൽ പറയാം ആ യൂട്യൂബെല്ലാം ഞാനാണ്. പ്രമോദിൻ്റെ യൂട്യൂബ്, PNP ജ്യോതിഷാലയം, PNP ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് സ്റ്റഡീസ്, ഞാനാണെന്ന് പറയും. ഇതൊന്നും ഞാനല്ല. ഇതേതോ സിനിമയിൽ പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഞാനല്ല എന്ന് പറയുന്നവരുള്ള. അതുപോലെ ഇതൊന്നും ഞാനല്ല, എന്നിലുള്ള ആ ശക്തിയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് PNPൻ്റെയാണ്, വേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ മായയിൽ അകപ്പെട്ടാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് അല്ലാതെ ഇതിൻ്റെ പിന്നിലുള്ള കക്ഷിയാണ് ജയിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവൻ്റെ തലക്ക് വട്ടാണെന്ന് പറയും. അവിടെ പറയില്ല, ഞാൻ തന്നെയാണ്. അദ്ദേഹം തന്നെ സകലത്തിൻ്റെയും പ്രേരകൻ. അദ്ദേഹം തന്നെ പരമദേവൻ. എല്ലാറ്റിൻ്റെയും ദേവൻ അദ്ദേഹം തന്നെയാണ്. അവൻ നിത്യനാണ്. അതുകൊണ്ടാണ് സനാതനം എന്ന് പറയുന്നത്. അവൻ നിത്യനാണ്, അവന് നാശമില്ല. യാതൊരുതൻ ധ്യാനനിരതനായി വേദത്തിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കി ധ്യാനനിരതനായിട്ട് പരമാത്മാവിൻ്റെ ദിവ്യശക്തിയെ ദർശിക്കുന്നു. സ്വയം ഉള്ളിലേക്ക് പോയിട്ട് ഈ സത്യം സ്വയം മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പം ഞാനിപ്പം പറയുന്ന ഈ വേദത്തെ പറഞ്ഞത് കേട്ടിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് അടിച്ചു വിടുകയാണ്. അങ്ങനെ അതുപോലെ നമ്മൾ തന്നെ ഇതെല്ലാം മതിയാക്കിയിട്ട് ഈ അടിച്ചു വിടുന്നത്, ബുക്കിലുള്ളത് അടിച്ചു വിടുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന കാര്യമെല്ലാം നമുക്കും നടപ്പാക്കാനൊന്നും പറ്റില്ല. ഒരു കാര്യം സത്യം തന്നെയാണ്, എന്നെക്കൊണ്ട് തന്നെയാണ്, എന്നിലുള്ള ആ ശക്തി തന്നെയാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അതെന്തെല്ലാമാണോ ചെയ്യിപ്പിക്കുന്നത് അത് ചെയ്തുകൊണ്ടേ ഞാനിരിക്കും. അല്ലാതെ അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണ്ടെങ്കിൽ ഇതെല്ലാം മതിയാക്കിയിട്ട്, ഇതെല്ലാം അപ്പം എപ്പോഴും മതിയാക്കാൻ പറ്റുള്ളൂ, അത് തന്നെ വിചാരിക്കണം. അത് എൻ്റെ ഒരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുനിന്ന് എനിക്ക് മറ്റേന് പോകാൻ പറ്റും. ഇപ്പോൾ എന്നാ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്,
അല്ലാതെ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനിത് മതിയാക്കിയിട്ട് എന്നിലേക്ക് തന്നെ തിരിയണം. ഇത് മനസ്സിലാക്കിയിട്ട് ഇനി എന്നിലേക്ക് തന്നെ തിരിയണ്ടെങ്കിൽ അത് തീരുമാനിക്കണം. ഞാൻ വിചാരിച്ചാൽ നടക്കുന്നില്ല. അത് തന്നെ എന്നിൽ നിന്ന് ആദ്യം വിഡ്രോ ചെയ്യും. നീ ഇനി യൂട്യൂബ് അപ്ലോഡ് ചെയ്യണ്ട, നിന്നിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ മതിയാക്കും. ഇനി അപ്പം എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു? വിരക്തി വരും. വിരക്തി, എന്ത് ഇതിലൊന്നും കാര്യമില്ല. പിന്നെ ഞാൻ എന്നിലേക്ക് തന്നെ തിരിയും. അങ്ങനെ വേദരഹസ്യം മനസ്സിലാക്കി പരമാത്മാവിൻ്റെ ദിവ്യശക്തിയെ ദർശിക്കുന്നുവോ ദർശിച്ച ആ ഋഷിമാർ. അപ്പോൾ ആ ഋഷിമാർ നേരത്തെ കുറേ ആൾക്കാർ ചോദ്യം ചോദിച്ചിരുന്നു എന്താണ് ബ്രഹ്മം എന്നല്ല. ആ ഋഷിമാരെന്ത് ചെയ്തു? തന്നിൽ തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ദ്രിയങ്ങളിൽ അടക്കിക്കൊണ്ട്, എൻ്റെ ഇന്ദ്രിയം നടക്കില്ല, ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാ ഇന്ദ്രിയങ്ങളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം നിർത്തിയിട്ട് ഉള്ളിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കണ്ടെത്തിയതാണ് ഈ സത്യം. എന്നിട്ട് പറഞ്ഞു തരികയാണ്, ആ ഋഷിമാർ എന്ത് ദർശിച്ചു? ആ ശക്തി തങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അന്തരാമിയായിരിക്കുന്നത് ദർശിച്ചു. നമ്മിൽ ആ ശക്തി ആക്ട് ചെയ്യുന്നത് ഹൃദയത്തിലാണ്. അതെങ്ങനെയാണ്? അതാണ് നമ്മളായി മാറിയെങ്കിലും നമ്മളെ കർമ്മത്തിനെ പ്രേരിപ്പിക്കാൻ എന്തുണ്ടാക്കിയിട്ടുണ്ട്? കുറേ നാഡീവ്യൂഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുകളുടെ പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്, വൈദ്യുതി സിഗ്നൽസ് എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ആ പ്രോസസ്സർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്താണെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്ന സാധനം ഒരു ചെറിയ ചിപ്പാണ്. അതിൻ്റെ അകത്തുനിന്നാണ് ഇതെല്ലാം എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്തിട്ട് കർമ്മം ചെയ്യിക്കുന്നത്. അതുപോലെ നാഡികളെല്ലാം ഹൃദയത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതവർ ദർശിച്ചു. ഹൃദയത്തിൻ്റെ അകത്ത് ഈ നാഡികളെല്ലാം നമ്മളെ ശരീരത്തിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് നാഡികൾ ആ ശരീരത്തിലെ ഹൃദയത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU എന്ന് എല്ലാം പറയല്ലോ. ആ CPU തന്നെ എവിടെയാണ്? CPU ഹൃദയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പ്രോസസ്സർ കിടക്കുന്ന എവിടെയാണ്? ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്ത്, 4 അറകളിലുള്ള ഇതിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് ഒരു തമ്പ് വിരലിൻ്റെ രൂപത്തിലുള്ള ഏരിയയിലാണ് നാഡികൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ നാഡി മെമ്മറിയിലേക്ക്, നമ്മൾ കമ്പ്യൂട്ടറിൽ മെമ്മറി പറയുന്നില്ലേ, മെമ്മറി കുറവാണ്. അതുമാതിരി തലയുടെ കമ്പ്യൂട്ടർ മെമ്മറി എല്ലായിട്ട് നാഡികളിലൂടെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മിൽ ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കുന്നത്. അതവർ ദർശിച്ചു. അവിടെ ഇരുന്നിട്ടാണ് ഈ നമ്മുടെ കൺട്രോൾ മുഴുവൻ കിടക്കുന്നത്. അല്ലാതെ ഇതെല്ലാം അത് തന്നെയാണ് ആയെങ്കിലും അതിൻ്റെ ഒരു സെൻറ്റർ ഹൃദയത്തിലാണ്. അവർ അദ്ദേഹത്തിൽ ആസക്തനായി. അങ്ങനെയുള്ള ആ ശക്തിയിൽ അവർ ആസക്തനായി. അതുകൊണ്ടാണ് അവർ ഹൃദയത്തിലാണ് അതിനെ ദർശിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ആസക്തരായി, അതിൽ ലീനമായി, ജനന മരണ യോനികളിൽ നിന്നും മുക്തനായി. അങ്ങനെ പല യോനികളിൽ കയറിയിട്ട് ജനിച്ചു വരുന്ന പരിപാടിയിൽ നിന്നും അവർ മുക്തരായി. ആ ഋഷികൾ. അവരുടെ മാർഗം നമ്മളും പിന്തുടർന്നാൽ, അവരുടെ മാർഗം പിന്തുടരുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം. അതിനെന്ത് വേണം? നമ്മളൊരു മീറ്റിംഗ് വെക്കും, സത്സംഗം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആൾക്കാരെയും വിളിച്ചിട്ട് നാട്ടുകാരെയും വിളിച്ച് പറയലല്ല സത്താവും. അതല്ല വഴി. അതുകൊണ്ട് ഇവിടെ വരിക, നിങ്ങൾ വീട്ടിലെ കാര്യമെല്ലാം മതിയാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്ന വായും തുറന്ന് കേട്ടുകൊണ്ടിരിക്കുക. എന്തെല്ലാം പറയുക? നാട്ടുകാര്യങ്ങളാണ് പറയുക. ഇതൊന്നും പറയില്ല. എൻ്റെ വഴി ഋഷികൾ പറയുകയാണ്. നമ്മൾ പിന്തുണച്ച വഴി. അവരെന്താണ് ചെയ്തത്? കുറേ മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി, എന്താണ് ബ്രഹ്മം. ഒരു പിടിയും കിട്ടിയില്ല. അവസാനം അവർ കണ്ണും അടച്ചു, കൈകളെ, ഇന്ദ്രിയങ്ങളെ എല്ലാം നിശ്ചലമാക്കിയിട്ട് മനസ്സിൽ തന്നെ ഗാഠമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർ ഹൃദയത്തിൽ ഈ പറയുന്ന കേന്ദ്രത്തിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ആ സത്യം, ആ സയൻസ് തത്വം, ഇതെല്ലാം സയൻസാണ്.
അവിടെയെല്ലാം സയൻസിലൂടെ നമ്മൾ കണ്ടെത്തണം എന്നാളാണ്. ഹൃദയത്തിലെ നെർവസ് സിസ്റ്റം എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന അവിടെയാണ്. കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതെല്ലാം ആരാണ് പറയേണ്ടത്? ന്യൂറോ മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ. ഇപ്പം എല്ലാം കയറിയിട്ട് വേദം ഞാൻ തന്നെ പറയേണ്ട അവസ്ഥയിൽ പറ്റില്ലല്ലോ. പറ്റുക ഈ നാട്ടിലുള്ള എല്ലാ സയൻസും ഞാൻ കയറ്റിയിട്ട് എടുത്ത് വ്യാഖ്യാനിക്കുന്നത് നടക്കുമോ? നടക്കില്ല, ഇമ്പോസിബിൾ. അതുകൊണ്ട് ആരെല്ലാം ഇത്തരം ഫീൽഡുകളിൽ താല്പര്യമുള്ളവർ വേദത്തിലും ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് അവർ ഈ പറയുന്ന നാഡീനെ, ഹൃദയത്തിൽ എന്താണ്, നാഡികൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അവർ വലിയ ക്ലാസ്സായിട്ട് ഇതേമാതിരി യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യണം. അവർക്ക് കുറേ പറയാൻ കാണും, അല്ലാതെ എനിക്കെന്താ പറയാൻ പറ്റും? ഇത്രയും നേരിയ ഒരു രോമത്തിൻ്റെ അറ്റത്തിനെ ആയിരക്കണക്കാക്കിയിട്ട് മാറിയ അർത്ഥത്താണ്, അത്രയുള്ള നാഡിയാണെന്ന് ഞാനിവിടെ മനസ്സിലാക്കാനാണ്. ഞാനീ നാഡിയൊന്നും കണ്ടിട്ട് പോലുമില്ല. കണ്ട് കുറേ രക്തക്കുഴൽ കാണുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. റേഡിയോയിലാണെങ്കിൽ കുറേ വയറുകൾ എനിക്കറിയാം, ഇലക്ട്രോണിക്സ് പഠിച്ചതുകൊണ്ട് റേഡിയോയിലുള്ള വയറുകളെല്ലാം എനിക്കറിയാം. പിന്നെ IC ചിപ്പിൻ്റെ അകത്ത് ഇങ്ങനെയെല്ലാം ചെറിയ വയർക്ക് വളരെ മൈന്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലും അതെല്ലാം പോസിബിൾ ആണ്. കാരണം ഇന്നത്തെ ചിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു മുടിനാരിനെ ആയിരക്കണക്കിന് ഭാഗങ്ങളാക്കിയ തരത്തിലുള്ള ചിപ്പുകളിൻ്റെ അകത്താണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു രോമത്തിൻ്റെ അറ്റത്തുള്ള ആയിരക്കണക്കിന് ആക്കിയ നാഡികളിൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമില്ല. കാരണം ഇലക്ട്രോണിക്സിൽ പഠിച്ചുകൊണ്ട് ആ ചിപ്പിൻ്റെ അകത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു മുടിനാരയെ ആയിരക്കണക്കിനാക്കി ആക്കിക്കഴിഞ്ഞാലുള്ള അത്രയും സൂക്ഷ്മമായ അളവിലുള്ള ഓരോ പാർട്സുകളാണ് അതിൻ്റെ അകത്ത് ചിപ്പിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും ശാസ്ത്രലോകം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം പിന്നെ ശരീരത്തിൻ്റെ അകത്ത് അത് മനസ്സിലാക്കി എനിക്ക് ശരീരത്തിൻ്റെ അകത്ത് ഒരു മുടിനാരയുടെ ഞാൻ ആയിരാക്കി കഴിഞ്ഞാലുള്ള നാഡികൾ എൻ്റെ ശരീരത്തിലോട്ട് ഹൃദയത്തിലേക്ക് പോകുന്നുണ്ടെന്ന് ഇവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? പക്ഷെ ഇവർക്ക് ഇതും അറിയാം, അതും അറിയാം, എല്ലാം അറിയാം. ആർക്ക്? ഈ ഋഷികൾക്ക്. അപ്പം അവരുടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം അവരുടെ മാർഗം പിന്തുടർന്ന്, അപ്പം അവർ അറിഞ്ഞിരിക്കുന്ന മാർഗം ഇതാണ്. നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളെ ഹൃദയത്തിൽ നിന്നാണ് ഈ ശക്തിവിശേഷം, പുറമത്തെ ബ്രഹ്മം ഹൃദയത്തിലൂടെയാണ് ആ പരമാത്മാവ് നമ്മളെ ജീവാത്മാവ് എന്ന പ്ലാനിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതിലെല്ലാം ഈ നാഡികളിലൂടെ പ്രയോഗിക്കുന്ന സിഗ്നൽ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട്. ഈ സിങ്ക്രണൈസ് എന്നുള്ള വാക്ക് ഇലക്ട്രോണിക്സ് പഠിച്ചാൽ കിട്ടുന്നതാണ്. അല്ലാതെ ഈ സിങ്ക്രണൈസ് എന്ത് കാര്യം? എല്ലാം എനിക്ക് ഇലക്ട്രോണിക്സ് എന്ന് ആരോ ടീച്ചറല്ല കുറേയെല്ലാം ഞാൻ തന്നെ അങ്ങനെയെല്ലാം കിട്ടിയതാണ്. അപ്പോൾ അത്രയും സൂക്ഷ്മമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ആ വിഷയത്തിൽ പ്രാവീണ്യം നേടിയവർ ഹൃദയത്തിൽ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ അവരും എല്ലാം ഒന്നും മനസ്സിലാക്കിയില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഈ ഞാനെന്ന ചിന്ത എവിടുന്നാണ് വരുന്നതെന്ന്. വേദമാണ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാഡിയായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനിൽ നിന്ന് വരുന്നതാണ് ഞാനെന്ന ചിന്താഗതി. അപ്പം അവരുടെ മാർഗം പിന്തുടർന്നാൽ, അപ്പം അവരുടെ മാർഗം പിന്തുടർന്ന് അവർ ചെയ്ത വഴി എന്താണ്? പ്രഭാഷണത്തിനും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോകത്തിലെ ആക്ടിവിറ്റി മതിയാക്കുക. കണ്ണുകൾ കാണുന്നതും കേൾക്കുന്നതെല്ലാം നിർത്തിയിട്ട് മനസ്സിനെ ഉള്ളിലേക്ക് ആ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബ്രഹ്മസാക്ഷാത്കാരം നേടാം. പിന്നെ പല യോനികളിൽ പോയിട്ട് ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതും ആർക്കേ സാധിക്കുകയുള്ളൂ? ആ ശക്തി വിശരണം കൃപ ചൊരിഞ്ഞാൽ, അതായത് നമ്മളെ ജോലി തീർന്നാലേ ഇത് നടക്കുകയുള്ളൂ. നമ്മളെ സൃഷ്ടിച്ചതിനുള്ളൊരു ജോലിയുണ്ട്, അത് തീർത്തതിൻ്റെ ശേഷം അടുത്ത ജന്മത്തിലും ഈ കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ, അതെല്ലാം തീരുമ്പോൾ മാത്രമേ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ആ വഴിക്കോട്ട് കൊണ്ടുപോയി അങ്ങ് ലയിപ്പിച്ചോളൂ.